രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, എന്താണിപ്പോൾ നടക്കുന്ന പ്രക്രിയയുടെ വിശദാംശങ്ങൾ? അനുജ, പോലീസ് നിർണായക നീക്കം നടത്തിയെന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെ തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് കാട്ടി അപേക്ഷ നൽകുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 ഇപ്പോൾ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നലെ FIR ഇട്ട, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ FIR ഇട്ട കേസിന്മേലാണ് ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷനിൽ SHO നൽകിയ അപേക്ഷയിന്മേൽ ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള ഇടപെടലിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഹുലിനെ കണ്ടെത്തുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. അതിൽ ഇനി കാലതാമസം ഉണ്ടാകില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇനി വരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കലാണ്. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. കൃത്യമായ ഒരു അന്വേഷണ സംഘത്തിനെ നേരത്തെ വാർത്തകളിലൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘം ഉടൻ ഉണ്ടാകും. ആ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുകൾ ഓരോന്നായി മുറുകുകയാണ്. കേരള പോലീസ് വലിയ ഇടപെടലിലേക്ക് പോകുന്നു. നേമം SHOയുടെ അപേക്ഷയെ തുടർന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റ് നേരിട്ട് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുജ, അതാണ് വളരെ നിർണായകമായൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ഇതിനുശേഷം അറസ്റ്റിന് താമസമുണ്ടാകില്ല എന്നതിന്റെ സൂചനകൾ കൂടിയാണ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.